ഹായ്, ഞാൻ കൃഷ്ണകുമാർ. ഈ അടുത്ത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ വീണ്ടും കണ്ടിരുന്നു. ശേഷം ലതാകുശ എന്നാണ് സിനിമ. ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട സിനിമകളായിരുന്നു. അതിനകത്തെ ഒരു കഥാപാത്രവും ബ്രൂക്സ് എന്ന പേര് 90 കഴിഞ്ഞ ഒരു മനുഷ്യനാണ്. വൃദ്ധനായ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ ഒരു 30 വയസ്സ് ആകുന്ന സമയത്താണ് ഈ ജയിലിലേക്ക് അദ്ദേഹം വരുന്നത്. അന്ന് തൊട്ട് ആ ജയിലായിരുന്നു ബ്രൂക്സിന്റെ വീട് എന്ന് പറയുന്നത്. മനുഷ്യന്റെ ജീവിതത്തിന്റെ നല്ല സമയങ്ങൾ മുഴുവൻ ചെലവഴിച്ചത് ഇവിടെയായിരുന്നു. ഇവിടെ തന്റെ സഹ ജയിൽ സുഹൃത്തുക്കൾക്ക് പുസ്തകങ്ങൾ കൊണ്ടുകൊടുത്തു അവരുടെ ജോലികൾ ചെയ്തവർക്ക് വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു പോവുകയാണ്. ബ്രൂക്സിന്റെ പേര് ഒരു ദിവസം ഒരു വാർത്ത വരികയാണ്. തന്റെ വീട് വിട്ട് പുറത്തു പോകേണ്ട സമയമായി എന്നതായിരുന്നു വാർത്ത. അതായത് ബ്രൂക്സ് 60 വർഷം ജീവിച്ച ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നു എന്ന വാർത്ത. ഇത് പറയാൻ വന്ന സുഹൃത്തിനെ ചത്തുകൊണ്ട് മുൻവേൽപ്പിക്കുന്നവരുണ്ട്. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിന്റെ എന്ന അവധിയായിരുന്നു. തന്റെ കുടുംബം, തന്റെ സുഹൃത്തുക്കൾ എല്ലാം അവിടുത്തെ തന്റെ സഹ ജയിൽവാസികളായി. പക്ഷേ നിയമത്തിന്റെ വഴിക്ക് പോയെന്നാ പറ്റും. ജോസ് ജയിലിന് പുറത്തേക്ക് വരുന്നു. പുറത്ത് ആ വൃദ്ധനായ മനുഷ്യന് ഒന്നും പരിചിതമല്ലായിരുന്നു. വന്ധ്യർ റോഡെങ്ങനെ ക്രോസ് ചെയ്യും എന്നറിയാൻ ഏതാണ്ട് വന്ധ്യർ വന്ന് അദ്ദേഹത്തെ എടുക്കാൻ പോകുന്നു. ജോലിക്ക് വേണ്ടി ഒരു അടുത്ത ഇടുമ്പോൾ ഒരു പാക്കിംഗ് സെക്ഷൻ ജോലി ചെയ്യേണ്ടത് പാക്ക് ചെയ്യുന്നത് ശരിയാകാതെ പോകുന്നു. അവസാനം 300 കഴിഞ്ഞ തന്റെ ജീവിതം അവസാനിപ്പിച്ചു. ആ മനുഷ്യൻ ഇതാക്കി പോയ ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ്. മരിക്കുന്നതിന് മുമ്പ് തന്റെ മുറിയുടെ ചുവരിൽ ബ്രൂക്സ് ഇങ്ങനെ എഴുതുന്നു. ബ്രൂക്സ് ഇവിടെ ജീവിച്ചിരുന്നു. ബഷീറിന്റെ മദറുകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ കഥാനായകൻ ജയമോചിതനാകുന്നതും ജയതം ചോദിക്കുന്നുണ്ട്, ആ നിങ്ങൾ സുരേന്ദ്ര നായകനാണ്. പലതരം നായകൻ പറയുന്ന പുറകിൽ സർ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം വേണ്ടത്. ചില ആളുകൾ അങ്ങനെയാണ്. തങ്ങൾ നോക്കുന്നത് പക്ഷെ മനുഷ്യത്തിനകപ്പെടാം. 4 ചൂടുകൾ കൊണ്ടുതരണം. എവിടെയായാലും അവരെ ഹാപ്പിയാണ്. നിങ്ങൾ നോക്കുന്ന വിധത്തെ ഇത്രയും പ്രകാശപൂർവ്വം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞത്. ചില മനുഷ്യര് അങ്ങനെയാണ്. അവർ ചെയ്യുന്നത് മതത്തിനകത്താകാം, ചിലപ്പോൾ 4 ചൂടുകൾ കൊണ്ടുവരാം. പക്ഷെ അവരവിടെ പ്രകാശം എന്ന് നോക്കും, അവരവിടെ തണുപ്പ് കൊണ്ട് നോക്കും. ചില സുഹൃത്തുക്കളൊക്കെ ഇവിടെ വരുന്ന സമയത്ത് ഇതനുസരിക്കേണ്ടത് പറയുന്ന ഒരു വാചകമാണ്, ഇവിടെ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നതാണ്. ഈ വീഡിയോ ഞാൻ എന്തോ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതൊന്നുമല്ല, എന്തെങ്കിലും ചെയ്യാതിന് വേണ്ടി പറയുന്നതല്ല. ഞാൻ ഒരുപാട് പ്രകാശം പരത്തുന്ന ഒരാളാണ് എന്നൊന്നും അല്ല പറയും. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ നോക്കുന്നത് എത്രയാണ്? ഇത് നിങ്ങളുടെ ഓഫീസ് മുറിയാണ്. നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങളുടെ വീഴ്ചയാണ്. പ്രകാശമാണ്. Thank you.